കാരണം ഇല്ലാതെ ഇരുന്ന് കരയുക, പെട്ടെന്ന് ഡിപ്രഷൻ വരിക, ചെറിയ കാര്യമില്ലാതെ ആരോ മരിച്ച പോലൊക്കെ അങ്ങ് അതെ തോന്നുക. അതെ അതെ, പലരുടെയും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് PMS. PMS എന്ന് ഞാൻ പറയാൻ കാരണം PMS ആണ് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും കേട്ടറിവുള്ള വാക്ക് PMS ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. അപ്പോൾ PMS എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ ൻ്റെ ഇടയ്ക്ക്, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് നമുക്ക് സെക്കൻഡ് ഹാഫിനെ നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ലൂട്ടിയൽ ഫേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫ് ഓഫ് ദി സൈക്കിൾ, അതായത് 0 to 14 days കഴിഞ്ഞിട്ടുള്ള 15 to 28 days. അപ്പം ലൂട്ടിയൽ ഫേസിൻ്റെ അവസാനം ആണ് പീരിയഡ്സ് ആവുന്നത്. അപ്പോൾ പീരിയഡ്സ് ആവുന്നതിന് 1 to 2 weeks മുന്നേ ഒരു 3 to 5% പോപ്പുലേഷൻ, വുമൺ പോപ്പുലേഷനിൽ കാണുന്ന ഒരു സിംറ്റമാണിത്. ഇപ്പോൾ യൂഷ്വലി കാണുന്ന സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഇറിറ്റബിലിറ്റി, ഒരു അജിറ്റേഷൻ, ഒരു ആങ്സൈറ്റി, സ്ലീപ്പ് ഡെപ്രിവേഷൻ, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പിന്നെ ഒരു ആങ്കർ മാനേജ്മെൻറ്റ്, ചെറിയ കാര്യത്തിന് ദേഷ്യം വരിക, സെൻസിറ്റീവ് ആവുക, പെട്ടെന്ന് കരയുക, കാരണം ഇല്ലാതെ ഇരുന്ന് കരയുക, പെട്ടെന്ന് ഡിപ്രഷൻ വരിക, ചെറിയ കാര്യമില്ലാതെ ആരോ മരിച്ച പോലൊക്കെ അങ്ങ് തോന്നുക. അതെ അതെ എക്സാക്ട്ലി. പിന്നെ അതിൽ നിന്ന് പിന്നെ തിരിച്ച് റിക്കവർ ചെയ്യാൻ ഭയങ്കരമായിട്ട് സമയം എടുക്കുക. ഇപ്പോൾ യൂഷ്വലി നമുക്ക് പെട്ടെന്ന് ഒരു സങ്കടം വരുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറിലോ അല്ലെങ്കിൽ ആ ദിവസം കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ടാൽ തന്നെ മൂഡ് മാറും. എക്സാക്ട്ലി. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മൾ സെറ്റ് ആവാറുണ്ട്. പക്ഷേ ഇത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അൺകൺട്രോളബിൾ ആയിട്ടോ അതോ കുറേ ദിവസം ഡ്യൂറേഷൻ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള